ഈ വണ്ടി പെട്രോൾ കുടിക്കുവാടാ ഈ വണ്ടി. ഒരു ഉപകാരമില്ലാത്ത ഇത്തിരി സ്പീഡൊക്കെ തോന്നുന്നുണ്ട്. എന്താ ഫ്രണ്ട് തളയി പോയത്? ആന്റീസല്ലേ പറഞ്ഞു പോയത്. പിന്നെ വണ്ടിയുടെ ആ ഷേപ്പ് കണ്ടപ്പോ എനിക്ക് തോന്നി വൈര് ഒന്നുകൂടെ ഫ്യൂവൽ അടിച്ചിട്ട് ഒരു വഴിക്ക് പോണതല്ലേ. ഇത് ഫ്യൂവൽ അടിച്ച് തീരും കേട്ടാ. ഞാൻ നോക്കട്ടെ. ബാങ്ക് യൂണിറ്റ് 10 100,000 എന്തോ ലാക്ക് 2,34,000. ഞാനെവിടെ? ഹലോ എടാ ഇതെങ്ങനെ ട്രങ്കിനകത്ത് കയറി പോയത്? എന്താ എന്റെ കാറാ? താങ്ക് യു സോ മച്ച്. 130 കോടി. എന്റെ വരുന്ന താങ്ക് യു സോ മച്ച്. എന്തോ കേട്ടില്ല. ഓ ആണല്ലേ ഓക്കെ ഒരാളെങ്കിലും പറഞ്ഞു സാർ. ഇന്ന് നോക്കിയപ്പോ ബോസ് ലോക്കർ ഉണ്ടായില്ലല്ലോ, ഉറപ്പല്ലേ? ഇല്ല ഉണ്ടായില്ല. ഇതാണോ അത് റിച്ച്മാൻ ഹോട്ടൽ? ഞാൻ ഇവിടൊക്കെ ആദ്യമായിട്ട് വരണം കേട്ടോ. പണ്ടുള്ള സ്ഥലം. ഞാനിതാണ് ഇവിടെ വീടിന്റെ സ്ഥലത്ത് നോക്കാൻ വേണ്ടി വന്നേ. പക്ഷെ എനിക്ക് തീരെ ഇതൊരുമാതിരി സത്രം പോലെ ഉണ്ട്. ഇതാ എല്ലാ വണ്ടികളും ഉണ്ട് ഇവിടെ. കണ്ട ഈ അടക്കമുണ്ട് ഇവിടെ. നിങ്ങൾ ഇയാളെ കൂട്ടി മറ്റേ ഇയാളെ ഒരു പാവല്ല. ഞാനും വരുന്ന എന്റെ കൂടെ കൂട്ടിയാ. 130 കോടി. ഇതാ എങ്ങനുണ്ട്? പോരാ എന്താ പ്രശ്നം? ഇത് 130 സാധനം. ഞാൻ ആടെ കണ്ടിന് ഈ സാധനം. ഈ വണ്ടി പണിക്കാൻ പോയെടുത്താ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഇത്. 130 ഈ വണ്ടി ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. നീല ഇത് നീല കിടക്കണ ഫസ്റ്റ് കിടക്കണ ഇതല്ല ജീപ്പല്ല. അതായത് ഇപ്പുറത്ത് ആദ്യം കിടക്കണേ അത് നമ്മുടെ വണ്ടിയില്ല. അതല്ലേ ഇതല്ലേ? ഇത് തന്നെ. ഇത് 90 കോടി. ഇത് ഞങ്ങളുടെ വണ്ടിയാ. നീ ഇങ്ങോട്ട് വന്നാട്ടെ. മുതുക്കിലുള്ള മറ്റേ എലീനെ അറിയാമോ? മുതുക്കിലുള്ള മറ്റേ എലി പൂച്ചെല്ലാം അറിയാമോ? മറ്റേ മുതുക്കിൽ ഇപ്പൊ മറ്റേ എലി പൂച്ച എലി നല്ല മറത്ത് കൊറേ ഉണ്ട്. അയച്ചെടുക്കുന്ന വണ്ടിയാ അത്. എന്റെ വാസു എനിക്ക് വേറെ നിന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് കുറച്ചെല്ലാം പ്രതീക്ഷിച്ചേട്ടാ. ഇതൊരു മാറിയായിപ്പോയല്ല വാസുവേ. ഞാൻ അപ്പാർട്ട്മെന്റ് പോയിട്ട് വരാം. എനിക്ക് വേറെ സ്വന്തമായിട്ട് വീടില്ല അപ്പോടാ. അല്ലല്ല ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട്. ഇത് മൊത്തത്തിൽ ഈ ബിൽഡിംഗ് മേടിക്കാൻ വേണ്ടിട്ടാ ഞങ്ങള്. എടാ ഒരു കാര്യമുണ്ട് വാസു. ഞാനുണ്ടല്ലോ ആരും എന്നോട് പറഞ്ഞു ഈടെ ഒരു വീടുണ്ട്. ഈടെ വീടെടുത്ത് കഴിഞ്ഞാല് നമുക്ക് നമ്മളെല്ലാം വെക്കാന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട്. നീ ഇങ്ങോട്ട് സ്വകാര്യം പറഞ്ഞ. നീ ഇങ്ങോട്ടോ
എടാ വാസു, ഈ മുച്ചിരി നാരദനും കൂടി ഈ വീട്ടിന്റെ അകത്ത് ബാക്കിയുള്ള ആളെ വീട്ടിൽ കേറിയിട്ട് പിന്നെ മറ്റേ തോക്കും സ്വർണ്ണ പൈസ എല്ലാം എടുത്തോണ്ട് പോയടാ. ശരിക്കും ചില ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്ക് നായ്ക്കള് എല്ലാം പൂട്ടിയിട്ട് വരും. ഞാൻ വന്നിട്ട് കോളിംഗ് ബെല്ലടിക്കലും അടിക്കല് ആരും വീട് വന്നിട്ടില്ല. ഇത് കേട്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഊമ്പിക്കുന്നുണ്ടെന്ന് കേട്ടാ പറന്നു വന്നോളാം. കൊലത്തൊഴില് കള്ളൻ എന്നുള്ളൊരു പേര് അത് വിട്ട് കളിക്കരുത്. കൊറേ നാള് ജയിലിൽ കിടന്ന് കിട്ടിയതല്ലേ, എന്നിട്ട് തന്നാ വരുന്നത്. മോട്ടിച്ച് ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർ എന്തിനു പറയാൻ പറ്റും? എടാ പാതാളം എന്ന് പറഞ്ഞ പോലെ എന്റെ അവസ്ഥ. ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ചാ പിന്നെ വീടിന്റെ അവസ്ഥയെല്ലാം എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് പറഞ്ഞ് ആശാനെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 20 ലക്ഷം ഉറുപ്പ്യയുടെ മാസം കറണ്ട് ബില്ല്. 20 ലക്ഷം രൂപ കറണ്ട് ബില്ല് മാത്രം ഇവിടെ? കറണ്ട് ബില്ല് പിന്നെ വാട്ടർ ബില്ല് പോലും. വാട്ടർ ബില്ല് എന്തിനാ ഒന്ന് കഴുകാൻ വേണ്ടിട്ട് വരെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് കയ്യില വെള്ളം. പിന്നെ എന്തിനാ കണ്ടത്? കുടിക്കുന്നതിന് വേറെ പൈസ കൂടെ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നീ മുച്ചിരി നല്ലോണം തപ്പിക്കോ വാസു, അവന്റെ കൈമേൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും. ആണോ? അതെ അവന്റെ കൈമേൽ തോക്കുണ്ട് പൈസ. അവനിവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം? ഓനും പിന്നെ നാരദനും കൂടിയിട്ടല്ലേ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് പൈസ. ഇതിനുള്ളില് നീ ഇപ്പൊ ഇതിനുള്ള ഒരു വീട് നീ ഇപ്പൊ നിന്റെ വീട് പുറത്തുനിന്ന് പൂട്ടാണ്ട് പോന്നെങ്കിലില്ലേ നിന്റെ വീട്ടിൽ കയറി ലോക്കറിലുള്ള സാധനം എല്ലാം വേറെ എടുക്കും. ആണല്ലേ? അങ്ങനെ ഉണ്ടല്ലേ? അത് കേട്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ വന്നേ. അപ്പോഴേക്ക് ഞാൻ വന്നിട്ട് ബെല്ലടിക്കലോ ആരും തുറക്കുന്നില്ല. ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാവോ? നമുക്ക് ഒന്നുകൂടെ നോക്കി വെക്കവാ. എന്റെ വാസുവിനകത്ത് ഒരു 10-20,000 റൂം ഉണ്ട്. എനിക്ക് മറ്റേ സത്രം. ഞാൻ കേറിയിട്ടില്ല ഇതുവരെ, കണ്ടിട്ടില്ല. ഇങ്ങോട്ട് വാ, ഞാൻ കണ്ട ഇതെല്ലാം എടുത്ത അന്തരവാസികള്. ഇനി നിന്റെ കണ്ണുകൊണ്ട് ഇവൻ എടാ മോനെ കുറച്ച് സ്ഥലം കൊടുക്കുക. നാട്ടിലെ വലിയ പ്രമാണിയാ മക്കളെ, കുറച്ച് സ്ഥലം കൊടുക്കുക. അത് നോക്കിക്കോ. കണ്ണുകൊണ്ട് നോക്ക് ഡോർമല്. എന്നിട്ട് മറ്റേ സ്റ്റാൻഡിങ് അപ്പാർട്ട്മെന്റ് അതാടാ. ഒരു കിരീടമുള്ളതുണ്ടാവും, അതാണ് നിന്റത്. അതത്ര നമ്പർ എന്ന് പറയുന്നിട്ട് എന്നോട്. ഓക്കെ ഒന്നും കൊണ്ടുപോയില്ലടാ. എനിക്കിന്റെ വീട് നോക്കിട്ട് എങ്ങനെയാന്ന് കാണാൻ വേണ്ടിട്ടാ ഉള്ളു. വാസേ മാറിക്കോ മോനെ, ഞാനൊന്ന് നോക്കിക്കോട്ടു. കാണാനും കൊണ്ടാന്ന് വീട്ടിൽ കൂടിയല്ലേ വിളിച്ചിട്ട് വന്നേ മോനെ. ലോക്ക് കൊടുത്തിട്ട് ആച്ചാ ഫുഡ് പള്ളില്ലാണ്ട് ചത്ത്. ഒരു പരിപാടിക്ക് കൊണ്ടായിട്ട് ഇത് ലോഡ്ജ്. നമ്പർ 121 സ്റ്റോറേജ്. നീ എന്തിനാ കൊണ്ട് കയറി വന്നേ? ഇതാ ലോക്കർ കേട്ടോ ഇവിടെ. കണ്ട് മുഖം കഴുകാം, കുളിക്കാം. വാതിൽ തുറന്നിട്ടേക്കോടാ. 121 അൺലോക്ക് ചെയ്തേക്കാണല്ലോ. 121 പോയിട്ട് ലോക്ക് മാറ്റുക. ജോക്കാണോ? ഇത് എന്തൊക്കെയാണ്?
ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യാൻ പറ്റുമല്ലേ? പിന്നെ കറണ്ട് ബില്ല് വരും. പോടാ. ആ അണ്ണ എടുത്തോക്ക്, ചുമ്മാ മാനേജിൽ എടുത്തോക്ക്. മാനേജിൽ എന്താ ബില്ല്? ബില്ല് എടുത്തോക്ക്, കറണ്ട് ബില്ലൊക്കെ അങ്ങ് വന്നിട്ടുണ്ട്. അൺപെയ്ഡ്. എത്ര കറണ്ട് ബില്ല് അണ്ണന്? യൂണിറ്റ് 10, 100,000, 10,000, lakh 10. 20 ലക്ഷം. ആ പിന്നെ ചില്ലറ കളിയാ. 100,000, 10,000, lakh 10 lakh. ഈ 19,200 രൂപ ഇത്ര നേരം കറണ്ട് ഉപയോഗിച്ചതിനാണോ? നീ എന്റെ ബാത്റൂമിൽ കയറി പെടുത്തിട്ട് ഫ്ലഷ് ചെയ്തപ്പോ 5 ലക്ഷം രൂപയുടെ ബില്ല്. ഇല്ല അത് അതിനില്ല അണ്ണാ. ഇതെന്താ ഇത്? പീ ഹോളാ? എന്തൊക്കെ കാണണല്ലേ? 13 എന്ത് മന്ദാരം? മന്ദാരം എടപ്പോടാ? ഈ ലൈറ്റ് ഒന്നും ഓഫ് ആവൂലടാ. ഇത് ഓഫ് ഒന്നും ആവുന്നില്ല. എടാ ഈ ലൈറ്റ് ഒന്നും ഓഫ് ആവണത് എന്താ? ലൈറ്റ് ഓഫ് ആക്കിട്ട് നമ്മള് പുറത്തിറങ്ങണം, അല്ലെ ഓട്ടോമാറ്റിക് ആയിട്ട് കത്തും. ആള് വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് കത്തും. ഓട്ടോ ലൈറ്റിങ്. അണ്ണാ പറടാ. അണ്ണാ ഈ ബെഡിന്റെ അടുക്കത്തെ എടാ വാസു, നിന്റെ നമ്പർ കാണുന്നില്ലല്ലോ. 121 ആയിരുന്നു. 121. ഞാൻ ലോക്ക് ചെയ്ത അടിച്ചാ അതിനകത്തൊന്നും വെച്ചിട്ടില്ല. പോയിട്ട് ഒരു കാര്യമില്ല. എടാ ഞാനൊന്ന് കാണട്ടെ, വീടിന്റെ വീട്ടിൽ കൂടെ കാണാൻ വേണ്ടിട്ടല്ലേ. മേലോട്ടോ 121. ഇതിനകത്ത് കാണുന്നില്ലല്ലോ അപ്പാ. പീ ഹോൾ എന്നൊരു സാധനം ഉണ്ട്. ഓൾട്ടേക്ക് പീ ഹോൾ നോക്കിയേ. കണ്ട് എല്ലാരും ഇങ്ങനെ ഇവിടെ തോക്കൊക്കെ വെക്കും സ്റ്റോറേജില്. ആണല്ലേ? കുളിക്കാനൊക്കെ പറ്റൂ? കുളിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ കുളിച്ചാണ്ടല്ലേ. ഡ്രസ് ഊരിട്ട് കുളിക്കണ്ട. ഡ്രസ് ഊരിയില്ല. നോക്കട്ടെ, ഞാൻ ഇതുവരെ വാസു കുളിക്കുന്ന പിന്നെ ആരൊക്കെ കുളിക്കുന്ന കണ്ടിട്ടുണ്ടോ ഈ പ്രായത്തില്? ചില്ലറ കഴയല്ലേ? അല്ലടാ, ഞാൻ ഈ മറ്റേ വലിയ മറ്റേ മലയാളികളെല്ലാം കുളിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടില്ല. നീ വലിയ ആളല്ലേ, മറ്റേ എന്നാന്നപ്പ അതിന്റെ പേര്, സിറ്റിയിലെ തീവ്രവാദിയല്ലേ, അല്ല ഗുണ്ടയല്ലേ? എടാ വാസു, ഇതാ നീ രാത്രി തവളേനെ പിടിക്കാൻ പോകുമ്പോഴുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ടാരോ? നോക്കിയാട്ടെ, ഇതാ. കുളിച്ചോട്ടെ ഒന്ന് വെളിയിലോട്ട് കുറച്ച്. നല്ല ചൊറിച്ചിൽ ആർക്കാന്ന് എനിക്ക് മനസ്സിലായേട്ടാ. എടാ ഇതാ, നീ തവളാനെ പിടിക്കാൻ പോകുമ്പോ ആരോ ഫോട്ടോ എടുത്തിട്ടുണ്ട് ദൂരത്ത്. നോക്കിയാട്ടെ, ഇതാ. ഒരു സെക്കൻഡ്, ഞാൻ ഈ ഡ്രസ് ഒന്നിട്ടോട്ടെ. നോക്ക്, നീ ഫോട്ടോ നോക്ക്. നീ ഒളിഞ്ഞു നോക്കുന്നത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ആരോ ഫോട്ടോ. ഏതായാലും എടുത്ത സ്വഭാവം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആനം. നോക്കത്. ആ മന്തു, ഇതല്ലല്ലോ പാന്റ്, ഇതല്ലേ പാന്റ്? ഫോട്ടോ ശരിയല്ലല്ലോ. ഇത് ഞാൻ കാണില്ല. ബെഡ്റൂമിന്റെ അടുത്തുള്ള വാസു ഒന്ന് കട്ടും. ആ ഇത് ഏതായാലും നന്നായി. ഇവിടുന്ന് കടന്നിട്ട് നോക്കുമ്പോ തന്നെ നല്ല വ്യൂ ആ. നല്ല കുതിരപ്പഞ്ചല. ഞാൻ ഇതിനകത്ത് ഒന്നും വെച്ചിട്ടില്ല, ഒന്നും തരേണ്ട. മനസ്സിലായ? എല്ലാടെ കൈട്ട് നോക്കുന്നുണ്ടോന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായ ആശാനെ. വാസു ഒരു പ്രശ്നമുണ്ട്, പക്ഷേ മറ്റേ കാറ്റും വിളിച്ചൊന്നും ഇല്ലാട്ടാ. കാറ്റ് ഉള്ള കാറ്റൊക്കെ കളിച്ച് ഇവിടെ ആരും ഉപയോഗിക്കുന്നത്. നമുക്ക് നല്ല അത്ര വലിയ വീടുള്ളപ്പോ ആരും ലോഡ്ജ് വന്ന് കിടക്കണം. പക്ഷെങ്കിലടാ ഇവിടെ പാവങ്ങളെ കേട്ടാ, ഈ അപ്പാപ്പനെ ഈടെ കൊണ്ടുപോയി കളയിന്റെ ശാപം. ഒരു കാറ്റും പൊലിച്ചും ഇല്ലാത്ത വീടിന് 20 ലക്ഷം ഉറുപ്പ്യ പോലും വെള്ളത്തിന് ലൈറ്റിനും പാവങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ട ആശാനെ. പാവങ്ങൾക്ക് ജീവിക്കാൻ 20 ലക്ഷം ഉറുപ്പ്യാണ് പിള്ളേരെ പറ്റിക്കുന്നത്. ഞാനൊന്നും ജമ്മം കിട്ടിയാലും ഇവിടെ വീട് എടുക്കൂല. അത് സത്യം. വാ നമുക്ക് താഴോട്ട് വാ.
എടാ വാസു നീ വീട് ലോക്ക് ചെയ്യണ്ടാട്ടോ വാസുവേട്ടാ, ഇടക്കിടക്കാനല്ലേ ഇവിടെ ഒരു വെച്ചോ മിനിറ്റ്, ഇതാരോ കുളിമുറി വന്ന് കോർണുണ്ട് ഇത് ആര് നാട്ടുകാര് മൊത്തം ഇവിടാണ് കുളിക്കണേ? എടാ ഇതാ 2 ബ്രഷല്ലുണ്ട് കേട്ടോ നിനക്ക് ഏട്ടാ, ഇത് ജാനകിരാസ് ലോഡ്ജ്. വാ 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 ഇറങ്ങേറ്. നീ ലൈറ്റ് ഓഫ് ആക്കട്ടെ, അല്ലെങ്കിൽ എങ്ങനെ കറണ്ട് തുറക്കുക ഇതെങ്ങനെ പുറത്തേക്കുക അമർത്ത്. ഇറങ്ങിപ്പോ ഒന്ന് ലോക്ക് ചെയ്തോട്ടെ പ്ലീസ്. പൊക്കോളൂ, ഞാൻ പോവാം. ലൈറ്റ് ഓഫ് ആക്കാൻ മറക്കല്ലേട്ടാ. ഇല്ല 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 ചോകൾ ലോക്ക്. എന്താ പറയടാ. ഒരു 10 പേര് വന്നിട്ടുണ്ട് റൂം കൊടുക്കുമെന്ന് ചോദിച്ച്. എന്ത് പറയണം? നിന്റെ റൂം അണ്ണാ ആ പറയടാ. ഒരു 10 പേര് വന്നിട്ടുണ്ട് റൂം കൊടുക്കുമെന്ന് ചോദിച്ച്. എന്ത് പറയണം? നിന്റെ റൂം കൊടുക്ക്. എനിക്കുണ്ടോ ഇവിടെ റൂം? പിന്നെ നിനക്ക് റൂമില്ലേ? എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ടല്ലേ? അത് അങ്ങനെ ഒരു വാ. മൊത്തം കത്തലായിരിക്കും ഉസ്മാനും കത്തും. ഉസ്മാനെ കത്തിയിരിക്കണം. ഞാൻ അതെ അതെ അപ്പുറം